ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, നമ്മൾ എത്ര ആരോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞാലും, നമ്മൾ എത്ര ക്ഷമിക്കാൻ പറഞ്ഞാലും സഹിക്കാൻ പറഞ്ഞാലും, അത് യേശു പരിശുദ്ധാത്മാവ് മുഖേന നമ്മുടെ ഉള്ളിൽ വന്നിരുന്നു കൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും മറക്കാനും ഇടവരുത്തണം. ഞാൻ ഈ ധ്യാനത്തിൽ നിന്നും പഠിച്ചൊരു പാഠമാണത്. ഞാനും എല്ലാവരോടും സുവിശേഷം പറയുന്നു, ക്ഷമിക്കും മക്കളെ, സഹിക്കും മക്കളെ എന്നൊക്കെ ഞാനും പറഞ്ഞിരുന്നു. പക്ഷെ പലതും ക്ഷമിക്കാനും സഹിക്കാനും എൻ്റെ മുറിവുകൾ ഉണങ്ങാനും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഈ ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്ന് വചനം കേൾക്കുക. ധ്യാനം എന്ന് വെച്ചാൽ വചനം കേൾക്കുക, വചനം ഭക്ഷിക്കുക. ആത്മാവും ജീവനുമായ ആ വചനം കേട്ടുകൊണ്ടിരുന്നപ്പം യേശുവായ വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എന്നെ മറ്റൊരു വ്യക്തിയാക്കി, ജോസഫ് പറഞ്ഞതുപോലെ മറക്കാൻ കഴിവുള്ളവളാക്കി. എല്ലാ മുറിവും വെച്ച് കെട്ടി. എൻ്റെ ദൈവം എൻ്റെ അപ്പനാണെന്നും എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നും, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ഒരാൾക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നും, എൻ്റെ ദൈവം അനുവദിക്കുന്നതും ആഗ്രഹിക്കുന്നതുമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും, അത് മുഴുവനും എൻ്റെ നന്മയ്ക്കാണെന്നും ഞാൻ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധി എല്ലാം ദൈവം നമ്മുടെ ഉള്ളിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് നമ്മൾ ആദ്യം എന്ത് വേണം? ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കണം. അതാണ് വചനം. ആരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവങ്ങൾ. നമ്മൾ ഈ ജഡിക മനുഷ്യൻ മരിച്ചു പോവുകയാണ്. നമ്മൾ ആത്മീയ മക്കളായി തീരുകയാണ്. ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈലിരിക്കുന്നുണ്ട്. വാട്സാപ്പിൽ ഇഷ്ടമില്ലാത്തതോ തോന്നിയതോ കാണാതെ, ലോകത്തിൻ്റെ കാഴ്ചകൾ കാണാതെ എൻ്റെ മക്കൾ വചനം കേട്ടുകൊണ്ടിരിക്കുമോ? നിങ്ങൾ ബൈബിൾ കയ്യിലില്ലേ? വചനം വായിക്കുമോ? നിങ്ങൾ പുതിയൊരു സൃഷ്ടികളായി തീരും. പ്രൈസ് ദി ലോർഡ്. അതായത് ആരൊക്കെ നിങ്ങളെ വെറുത്താലും, ഏശയ്യ 43:4 കർത്താവ് നമ്മളോട് പറയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ആരൊക്കെ നിന്നെ വെറുത്തോട്ടെ, അവർക്കെന്നെ വേണ്ട, ഇവർക്കെന്നെ വേണ്ട. ഈശോ നമ്മളോട് പറയുന്നു, നിന്റെ അപ്പൻ നിന്നോട് പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയ. കർത്താവിന് ഏറ്റവും വിലമതിക്കത്തക്ക അമൂല്യ നിധിയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, ഈ വചനത്തിൽ ആത്മാവുണ്ട് ജീവനുണ്ട്. അതുകൊണ്ട് ഇത് ഭക്ഷിക്കണം. നമ്മൾ നിരന്തരം ഇത് ഭക്ഷിക്കണം. യോഹന്നാൻ 17:17 പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ വചനമാണ് സത്യം, വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. എന്താണ് വചനം? വെളിപാടിൻ്റെ 19:13 പറയാണ്, ഞാൻ പറഞ്ഞ അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നതാണ്. അപ്പോൾ ആരാണ് ഈ ദൈവവചനം? യേശുവാണ് ദൈവവചനം. ഈ വചനം, അതിനിടയിൽ ചോദിച്ചു ഒരു വാക്കും കൂടെ പറയട്ടെ. ജപമാല എന്ന് പറയുന്നത് ഗബ്രിയേൽ ദൈവദൂതൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുന്നമേ ആദ്യം പറഞ്ഞ വചനങ്ങളാണ്. ബാക്കി എലിസബത്ത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വചനങ്ങളാണ്. അത് വചനമാണ്. അതുകൊണ്ട് ഒരു ദിവസം, നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് പറഞ്ഞതാ, അവർ 20 ജപമാല വീതം ഒരു ദിവസം ചൊല്ലുമായിരുന്നു അത്രേ. വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു സ്ഥലക്കച്ചവടം ഈ 20 ജപമാല ചൊല്ലി ഏകദേശം ഒരു മാസത്തോളം ആയപ്പോഴേക്കും ആ സ്ഥലക്കച്ചവടം നടന്നു. സമ്പത്തും സമൃദ്ധിയും അവർക്ക് വന്നു ചേർന്നു എന്ന് പറയാണ് അവർ. ചേച്ചിയുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. അത് വചനമാണ്. ഹല്ലേലൂയ. ധാരാളം ജപമാല ചൊല്ലുക. കണ്ണ് കാണാൻ പറ്റാത്തവർ, അത് വായന ആ പ്രായം കഴിഞ്ഞു പോയവർ, നിങ്ങൾ ജപമാല ചൊല്ല്. എത്രമാത്രം ജപമാല ചൊല്ലാമോ അത്രയും ജപമാല ചൊല്ലേ. കാരണം പൈശാചിക ശക്തി ഓടിപ്പോവും, അത് വിട്ടുപോവും ജപമാല ചൊല്ലുമ്പം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏശയ്യ 55:3 പറയാണ്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, അപ്പോൾ നിങ്ങൾ ജീവിക്കും. നമ്മൾ യേശുവിൻ്റെ അരികിലേക്ക് വരുന്നു, വചനം കേൾക്കുന്നു, വചനം വായിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ജലം വചനമാണ്. ആ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞത് കേട്ടോ? അതുകൊണ്ട് യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്. അവൻ പ്രകാശമാണ്. എവിടെ വചനം പ്രഘോഷിക്കുന്നുവോ അവിടെ ഈ പിശാച്, അന്ധകാരം വിട്ടുപോകും. അവനിൽ അന്ധകാരത്തിന് ഒരിടവുമില്ല. അങ്ങയുടെ 119, 130 സങ്കീർത്തനം പറയാണ്, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്.
വചനം അഴിയുമ്പോൾ എളിയവർക്കത് പ്രകാശം കൊടുക്കുന്നു. അന്ധകാര ശക്തി വിട്ടുപോകുന്നു. അവിടെ തടസ്സപ്പെട്ട് കിടക്കുന്ന ബന്ധനങ്ങൾ അഴിയുന്നു. സമൃദ്ധി ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അവൻ ഈ ശിഷ്യന്മാര് മാർക്കോസ് 16:19 അവര് പ്രസംഗിക്കുക മാത്രമേ ചെയ്തുള്ളൂ. കർത്താവ് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയാണ്. പിന്നീട് അവിടെ യോഹന്നാൻ 1:18 പറയാണ്, യേശുവിനെ അയച്ചത് എന്തിനാണ്? പിതാവായ ദൈവം എന്തിനാണ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? പിതാവിനെ കാണിച്ചു തരാനാണ്. നമുക്ക് ഒരു കുട്ടി ജനിച്ചു, അവൻ കുറേ വളർന്നു കഴിയുമ്പോൾ, അവൾ കുറേ വളർന്നു കഴിയുമ്പോൾ അറിയുന്നു, ഞാൻ എൻ്റെ അപ്പനല്ല, അത് എന്നെ ദത്തെടുത്ത് വളർത്തിയ അപ്പനാണ്. ഈ അപ്പനെ തേടി നമ്മൾ പോവുകയാണ്. അപ്പനെ കണ്ടെത്തി കഴിയുമ്പം ശേഷിച്ച ജീവിതം എൻ്റെ അപ്പനോട് കൂടി. കണ്ടു? അതാണ്, ഇത് കാണിച്ചു തരാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. പിതാവായ ദൈവത്തെ നമുക്ക് കാണിച്ചു തരാൻ. അതല്ലേ പറയണത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ ശക്തിയിൽ നമ്മൾ പരിശുദ്ധാത്മാവ് മുഖാന്തിരം യേശു കർത്താവാണെന്ന് പറയുന്നു. യേശു ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പിതാവ് ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനല്ലാതെ പുത്രനെ അറിയുന്നില്ല. ഈ ത്രിയേക ദൈവത്തെ ഞങ്ങൾ ഒന്നാണ് എന്നാണ് യേശു നമ്മോട് പറയുന്നത്. ഇതറിയണമെങ്കിൽ വചനം അറിയണം മക്കളെ. നിങ്ങൾ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ല്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു കപ്പ് വെള്ളമേ ആഴക്കടലിൽ നിന്ന് ഞാൻ കണ്ടുള്ളൂ. എന്നാൽ ആ ആഴക്കടലിൻ്റെ പരപ്പിൽ നിന്ന് മുക്കിയെടുക്കുന്ന പനിക്കലച്ചനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഞാൻ കഴുതയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എനിക്കൊന്നും അറിയില്ലപ്പാ എന്ന് ഞാൻ പറഞ്ഞു പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനാണ്, കൊളോസോസ് 1:15, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കുമുള്ള മുമ്പുള്ള ആദിജാതനുമാണ്. ഹല്ലേലൂയ. ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ചേച്ചി തരികയാണ് എൻ്റെ മക്കൾക്കല്ല. അറിയുന്നവർ ചേച്ചീനൊന്ന് നന്നായി ശ്രദ്ധിച്ച് കേട്ടിരുന്നോളൂ. നമ്മൾ ചിലപ്പോൾ പറയും, ആ വ്യക്തിക്ക് എന്തൊരു നിറമാണ്, കളറാണ്, അവർക്ക് എത്ര മുടിയാണ്, അവരെത്ര അഴകാണ്. എനിക്ക് നല്ലൊരു അപ്പനമ്മേനും തന്നിരുന്നെങ്കിൽ, ധനാഢ്യനായ ഒരു അപ്പനമ്മേനും തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ദാരിദ്ര്യമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇതൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഒരു ആത്മാവിനെ നിക്ഷേപിക്കുകയാണ് പിതാവായ ദൈവം. ആ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമുക്ക് രൂപം കിട്ടി. അവിടെ വചനം പറയാണ് നമ്മോട്, അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് തന്നെ മെനഞ്ഞു. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടിരുന്നു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഇതിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ രൂപവും ഈ ഇതും ഈ ദേശവും ഈ കളറും ഈ അപ്പനെയും ഈ അമ്മേനെയും ഒക്കെ നമുക്ക് തന്നത് പിതാവായ ദൈവമാണ്. നമ്മളെ ഓരോരുത്തരെ കുറിച്ചൊരു നിശ്ചിത പദ്ധതിയുണ്ട്, അത് നിറവേറ്റുക. ഉദാഹരണത്തിന് ഇപ്പോൾ ചേച്ചി ഒരു കാര്യം പറയാണ്, ഞാനിപ്പോൾ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ മുറ്റത്ത് ചെടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ, ഞാൻ 2 നേരം അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. വന്നപ്പോൾ എൻ്റെ വീട്ടുകാരും അതൊക്കെ ഭംഗിയായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചില ചെടികൾ പൂവിട്ട് നിൽക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ഫലം തരുന്ന ചെടികൾക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കും. മറ്റുള്ളതിനെ ഒഴിക്കുന്നേക്കാൾ ഉപരി ചക്കയിൽ പ്ലാവിൽ ചക്ക ഉണ്ടായി നിൽക്കണം, അപ്പോൾ അതിന് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കും. അതുപോലെ മാവ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു, അപ്പോൾ അതിന് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മൾ, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ? ഇതുപോലെ ഫലം തരുന്ന, അതായത് നിന്റെ കർത്താവിൻ്റെ പദ്ധതി നിറവേറ്റുന്ന മക്കളെവിടെ, അവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കും കർത്താവ്. അവരെ സമ്പന്നരാക്കും. അവരെ ഒരാളുടെ കാര്യം കണ്ട് കൊതിക്കാൻ ദൈവം ഇടവരുത്തില്ല. അവരെ ലില്ലിയെ പോലെ അലങ്കരിക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഫലം ചൂടുന്നവരാക്, ദൈവത്തെങ്കിലേക്ക് നോക്ക്, സത്യമുള്ളവരാക്. കാരണം ദൈവം സത്യമാണ്. ആരെയും ചതിക്കാതിരിക്കുക, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. അടുക്കളയിൽ കയറി പാല് ചൂടാക്കണോ? സ്തുതി, നന്ദി, സ്തുതി, ആരാധന. പാല് തന്നതിന് നന്ദി. പൊന്നുമക്കളെ, സമയം പോവാണ്. എന്നാലും പെട്ടെന്ന് ചേച്ചി പറയട്ടെ, യേശുവേ നന്ദി. ഇപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച പറയുകയാണ് എൻ്റെ മക്കളോട്. 4 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് ചോറ് വെക്കുന്നവർ, കറി വെക്കുന്നവർ, നമ്മുടെ അവിടെ അടിക്കുന്നവർ, തുടയ്ക്കുന്നവർ, എന്തെല്ലാം പണികളെടുക്കുന്നു അവിടെ ഓരോരുത്തർ. എൻ്റെ പൊന്നുമക്കളൊന്ന് ആലോചിച്ച് നോക്കുമോ? ജയിലിൽ കഴിയുന്നവർ, ഞാൻ അതിനുശേഷം തടവറയിലും അനാഥാലയത്തിലും കഴിയുന്നവർക്കെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്ക് ദൈവം അങ്ങനെ ഒരു ജീവിതം ഒന്നല്ലല്ലോ തന്നത്.
5 ദിവസം 6 ദിവസം അവിടെ ഇരുന്നപ്പോൾ തന്നെ നമ്മളേതാണ്ട് ഇങ്ങനെ ഒരു നമുക്ക് വചനത്തോട് താല്പര്യമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു സ്വാതന്ത്ര്യം എൻ്റെ കുട്ടികളെ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കഴിയുന്ന അനേക മക്കൾ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീടുണ്ടോ? അവിടെ നിങ്ങൾക്ക് കിടക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കണ്ണുണ്ടോ? കാലുണ്ടോ? നിങ്ങൾക്ക് എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ടോ അതിനൊക്കെ എണ്ണി 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 പറഞ്ഞ് നന്ദി പറഞ്ഞേ. ബാക്കി ദൈവം നിങ്ങൾക്ക് ഇട്ടുതരും. ഒരു ഉദാഹരണം പറയുക, അതായത് നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ കർത്താവിൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടു എന്ന് പറയുന്നത് പോലെ ഞാൻ ആ ധ്യാനത്തിന് പോവുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള പേരടക്കം പറയാ, ചേച്ചി ജെസ്സി പീറ്റർ എന്നാണ് അവളുടെ പേര്. അവൾ തലേ ദിവസം ഞാൻ ധ്യാനത്തിന് പോവാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഞാൻ കുറച്ച് നാൾ ഡിവൈനിൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കേട്ടോ ധ്യാനത്തിന്. ആ ധ്യാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവൾ എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കണു. ചേച്ചി ചേച്ചി ആ ഹാള് അടിക്കുന്നത്, ചേച്ചി ആരോടൊക്കെയോ സംസാരിക്കുന്നത്, ഇതൊക്കെ ഞാൻ ദർശനത്തിൽ കണ്ടുവന്ന്. ഞാൻ ആ ഹാള് പോരുന്ന ദിവസം എല്ലാവരും പോവാണ്, ഭക്ഷണം കഴിക്കുന്നു, മൊബൈൽ മേടിക്കുന്നു. പക്ഷെ ചേച്ചി അത് അങ്ങോട്ട് അടിച്ചു. അവളത് കണ്ടു. അവൾക്ക് കർത്താവ് അത് കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നീ ഇരിക്കുന്നതും നിൽക്കുന്നതും നിന്റെ നടപ്പും കിടപ്പും ദൈവം അറിയുന്നു. നീ ഈ ഭൂമിയിൽ വെക്കുന്ന ഓരോ കാലുകളിലും ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുൻപോട്ട് പോ മക്കളെ. ദൈവം നിങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല. അച്ഛൻ ഒരു വീട്ടിലേക്ക് ചെന്നു അത്രേ. അതിന് വിശദീകരിക്കുന്നില്ല ചേച്ചി, സമയം പോവും. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ബ്രാഹ്മണരായിരുന്നു. ആ മകൻ പറഞ്ഞു, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ കുറേ സങ്കീർത്തനമൊക്കെ അച്ഛന് ബൈഹാട്ട് കേൾപ്പിച്ചു കൊടുത്തു അത്രേ. അപ്പം അച്ഛൻ ചോദിച്ചു, ബൈബിളും ഇത് നമ്മളുടെ വ്യത്യാസം നിനക്ക് എന്താ തോന്നിയെന്ന്? മറ്റുള്ള പുസ്തകങ്ങളൊക്കെ എഴുതി ഒരു മരിച്ചു പോകും, മരിച്ചു കുറേ പേര്. ഇതെഴുതിയ വ്യക്തി ജീവിക്കുന്നു. ഞാനിത് വായിക്കുമ്പം ആ വ്യക്തി എൻ്റെ അടുത്തിരുന്നിട്ട് എനിക്കിത് വിവരിച്ചു തരികയെന്ന്. അതാണ് യേശു എന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് ബൈബിളിൽ നിന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ള മക്കളെ, അതുകൊണ്ട് തന്നെ ചേച്ചി എൻ്റെ കുട്ടികളോട് പറയാണ്, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, തന്നതിനൊക്കെ നന്ദി പറയുക, ഫലം ചൂടുക, വിശുദ്ധരായിട്ട് ജീവിക്കുക. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ